ജാനകി അച്ചു അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ നിറച്ച് അവളെ നോക്കി. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ ഇറുക്കി പിടിച്ചു. മോളെ. ഗ്രേസി അവളെ വിളിച്ചതും അവൾ അച്ചുവിൻ്റെ തോളിൽ നിന്നും തല ഉയർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി. ആൻറ്റി, ഇച്ചായൻ. അവൾ കണ്ണുകൾ നിറച്ചു. സാരമില്ല, മോള് വിഷമിക്കണ്ട. അവൻ്റെ ദേഷ്യം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. മോള് ചെല്ലുമ്പോഴേക്കും അതൊക്കെ മാറിക്കോളും. കരയണ്ട. അവർ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആൻറ്റി, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? എനിക്കിവിടെ ഇരിക്കാൻ വയ്യ ആൻറ്റി. അവൾ ദയനീയമായി അവരോട് ചോദിച്ചു. സിറിൽ, മോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ. മോള് ബാഗ് എടുത്തിട്ട് ഓഫീസിലേക്ക് വാ. ആൻറ്റി കീ എടുത്ത് തരാം കേട്ടോ. അവർ പറഞ്ഞതും അവൾ തലയാട്ടി. ഞാൻ പോകുവാടി. അവൾ അച്ചുവിനെയും അഞ്ജുവിനെയും നോക്കി പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കണേടി. അഞ്ജു ഓർമ്മിപ്പിച്ചതും അവൾ തലയാട്ടി. അവൾ ബാഗും എടുത്തിട്ട് ഗ്രേസിയുടെ അടുത്തേക്ക് ചെന്നതും അവർ അവൾക്ക് കീ എടുത്തു കൊടുത്തു. അവൾ അതും വാങ്ങി സിറിലിനോടൊപ്പം കാറിലേക്ക് കയറി. നിത്യയും കൂട്ടരും കുട്ടികളുടെ മുന്നിൽ ആകെ നാണം കെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സസ്പെൻഷൻ ലെറ്റർ വാങ്ങിക്കൊണ്ട് അപ്പോഴേ അവിടുന്ന് പോയി. ജാനകി, ശരിക്കും എന്താ മോളെ സംഭവിച്ചത്? ഏട്ടനോട് പറ. നീ എന്താ അവൻ ചോദിച്ചിട്ട് അതൊക്കെ പറയാഞ്ഞത്? സിറിൽ കാറിലിരുന്ന് സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. മോളെ, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ കാണില്ലേ നിൻ്റെ കൂടെ? നീ പിന്നെന്തിനാ പേടിക്കുന്നേ? നീ ആരെയായി പേടിക്കുന്നേ? അവരെയോ? മോൾ എന്താ നടന്നതെന്ന് വെച്ചാൽ ചേട്ടനോട് പറ. അവരെന്തേലും പറഞ്ഞ് മോളെ പേടിപ്പിച്ചോ? അവൻ ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കി. മോളെ ജാനകി, എന്താ? കരയാതെ മോളെ. അവൻ അവളുടെ നെറുകയിൽ തലോടി വിളിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അവൻ അവളുടെ നെറുകയിൽ തലോടി അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അവളൊന്ന് റിലാക്സ് ആയതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി. പിന്നെ കണ്ണുകൾ തുടച്ചു. ഇച്ചായന് എന്നോട് ദേഷ്യമാ അല്ലേ ചേട്ടാ? അവൾ വിഷമത്തോടെ പറഞ്ഞു. അത് മോളവൻ ചോദിച്ചപ്പോൾ എന്താ ഒന്നും പറയാഞ്ഞത്? അതല്ലേ അവന് ദേഷ്യം വന്നത്? തന്നെയല്ല, നിന്നോടൊപ്പം അവരുടെ മുമ്പിൽ അവനും കൂടെയല്ലേ നാണം കെട്ടത്? അവർ നിന്നെ ഓരോന്ന് പറയുമ്പോഴും സത്യം എന്തെന്നറിയാതെ അവൻ എന്താ പറയേണ്ടത്? നീയും ഒന്നും തുറന്നു പറഞ്ഞില്ല. അവളൊന്നും മൂളി. മോൾക്ക് ചേട്ടനോട് പറയാൻ പറ്റുമെങ്കിൽ മോൾ എന്നോട് കാര്യം തുറന്നു പറ. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി. ചേട്ടനെ മോൾക്ക് വിശ്വാസമാണോ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ മോളി. എങ്കിൽ മോള് പറ, എന്താ ഉണ്ടായത്? അവൻ ചോദിച്ചതും അവൾ ഉണ്ടായതെല്ലാം അവനോട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. ചേട്ടാ, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. മോൾ ഇത് അവനോട് പറയേണ്ടതായിരുന്നു. എങ്കിൽ അപ്പോഴേ അവനത് അവൻ്റെ കയ്യിൽ നിന്നും ഡിലീറ്റ് ചെയ്തേനെ. ആ സാരമില്ല, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. മോൾ അതോർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ഇന്ന് തന്നെ അവൻ്റെ ഫോണിൽ നിന്നും അതെടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കും കേട്ടോ. അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി. അവൻ അവളെയും കൊണ്ട് വീട്ടിൽ വന്നതും നാദിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൻ ഇവിടെയുണ്ടല്ലോ. സിറിൽ സംശയത്തോടെ പറഞ്ഞതും മാളുവിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. വാ. അവൻ കാറ് നിർത്തി പറഞ്ഞതും അവൾ കാറിൽ നിന്നും ഇറങ്ങി. ഹാളിലൊക്കെ നോക്കിയിട്ടും അവനെ കാണഞ്ഞതും സിറിൽ മുകളിലേക്ക് കയറി. അവൻ നാദിൻ്റെ മുറിയിലേക്ക് കയറിയതും അവൻ മുറിയിലുണ്ടായിരുന്നു. ഒരു കുപ്പി ഫുള്ള് തീർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഗ്ലാസ് അവൻ്റെ കയ്യിലും ഇരിപ്പുണ്ട്. മുഖത്തിപ്പോഴും ദേഷ്യം കൊണ്ട് ചുവന്ന് വലഞ്ഞു മുറുകിയിരിക്കുകയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഇവിടെ വരണ്ടായിരുന്നോ? നാദ് ദേഷ്യത്തോട് ചോദിച്ചു. ഓ, കലിപ്പിലാണല്ലോ. ആ കൊച്ചിനെ ഇവൻ്റെ അടുത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാ തിരികെ പോകുന്നത്? സിറിൽ മനസ്സിൽ ചിന്തിച്ചു. നീ എന്താ ഇവിടെ? ഞാൻ എങ്ങോട്ട് പോയെന്നറിയാൻ വന്നതാണോ? നാദ് സംശയത്തോട് ചോദിച്ചു. അല്ല, ഞാൻ ജാനകിയും കൊണ്ട് വന്നതാ. അവൾക്ക് അവിടെ നിൽക്കാൻ വയ്യെന്ന്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി എന്നോട് അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. സിറിൽ അവനെ നോക്കി പറഞ്ഞു. എങ്കിൽ നീ പോക്കോ, നാദ് ദേഷ്യത്തോടെ പറഞ്ഞു. അത് പിന്നെ നാദ്, അവൾ നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? നാദ് ദേഷ്യത്തോടെ പറഞ്ഞു. എടാ, അവൾ പാവമാടാ. അവൾ നിന്നോട് അവിടെ വെച്ചത് പറയാഞ്ഞതിന് കാരണമുണ്ട് നാദ്. എന്ത് കാരണമാടാ അവൾക്കുള്ളത്? അവളുമാരൊക്കെ അവളുടെ മാനത്തെ ചോദ്യം ചെയ്തപ്പോൾ അവൾ എന്തിനാ മിണ്ടാതെ നിന്നത്? എത്ര തവണ ഞാൻ അവളോട് ചോദിച്ചു, എന്നിട്ട് ഒരക്ഷരം അവൾ മിണ്ടിയോ? ഇന്ന് വരെ ഒന്നും പറഞ്ഞ് ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഒന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തല്ലാൻ തോന്നിയില്ലടാ. അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നാഥ്, അതൊരു പ്രശ്നമുണ്ട്. സിറിൽ അവനോട് മാളു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടതും നാദിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അതുകൊണ്ടാണ് അവളപ്പോൾ ഒന്നും പറയാഞ്ഞത്. അവൾ പേടിച്ചു പോയടാ, അതുകൊണ്ടാ. അല്ലാതെ എനിക്കവനെ വേണം സിറിൽ. എൻ്റെ പെണ്ണിനെ തൊട്ട് അവൻ്റെ കൈ ഇനി കുറച്ച് നാളത്തേക്ക് ഉയരാൻ പാടില്ല. നാദ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മദ്യം വായിലേക്ക് ഒഴിച്ചു. നാഥ്, മതി കുടിച്ചത്. നീ ഇപ്പം തന്നെ ഓവറാണ്, നിർത്ത്. സിറിൽ അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി മാറ്റിക്കൊണ്ട് പറഞ്ഞു. നാഥ്, അവളും നീയും മാത്രമേ ഉള്ളൂ ഇവിടെ. വെറുതെ അവളെ വിഷമിപ്പിക്കരുത്, സിറിൽ പറഞ്ഞു.
വിഷമിപ്പിക്കും. കുറച്ച് നാളത്തേക്ക് അവൾ വിഷമിക്കണം. ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും അവൾ എന്നോട് ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം, അവൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. സിറിൽ അവനെ ഒന്ന് നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങിയതും അവൾ ഹാളിലുണ്ടായിരുന്നു. ഇച്ചായൻ സിറിൽ ഇറങ്ങി വരുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു. മുറിയിലുണ്ട്, കുറച്ച് കുടിച്ചിട്ടുണ്ട്. ഞാൻ അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മോളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇനിയും ഒളിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. സിറിൽ പറഞ്ഞതും അവൾ തലയാട്ടി. മോൾക്ക് പേടിയുണ്ടോ ഒറ്റയ്ക്ക് അവൻ്റെ കൂടെ? സിറിൽ സംശയത്തോടെ ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലകുലുക്കി. ഞാനിവിടെ നിന്നേനെ, പക്ഷേ അവിടെ ആരുമില്ലല്ലോ. പിള്ളേർക്ക് ആകെ പേടിയുള്ളത് ഇവനെയാ. ഇവനും കൂടെ ഇല്ലെങ്കിൽ സാരമില്ല, ചേട്ടൻ പൊയ്ക്കോ. മോള് പേടിക്കണ്ട, ഇന്ന് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിരിക്കും കേട്ടോ. സമാധാനമായിരിക്കെ, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. സിറിൽ പോയതും അവൾ മുകളിൽ പോകാൻ തുടങ്ങി. വാതിലടച്ചിട്ടവൻ മുകളിലേക്ക് കയറിയതും അവൻ്റെ മുറിയിൽ ചില്ല് വീണുടയുന്ന സൗണ്ട് കേട്ട അവൾ ഞെട്ടി അങ്ങോട്ടേക്കോടി. ഇച്ചായ! നിലത്ത് പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾക്കും പേടി തോന്നി. ഇച്ചായ! അവൾ വീണ്ടും വിളിച്ചതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. വിളിക്കരുത്, വിളിച്ചു പോകരുതെന്നെ. ഇറങ്ങിപ്പോടി, പോകാൻ. എന്നെ വിശ്വാസമില്ലാത്തവളെ എനിക്ക് വേണ്ട. ഞാൻ മാത്രമാണല്ലോ സ്നേഹിച്ചത്. അവൻ ദേഷ്യത്തോടെ വന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വെളിയിലേക്ക് ഇറക്കി വാതിൽ അവൾക്ക് നേരെ കൊട്ടിയടച്ചു. ഇച്ചായ, കതക് തുറക്ക്, ഞാൻ പറയുന്ന കേൾക്ക്. ഇച്ചായ, പ്ലീസ്, സോറി, ഒന്ന് തുറക്ക്. അവൾ വാതിലിൽ കൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ കുപ്പിയിലിരുന്ന മദ്യത്തിൻ്റെ ബാക്കി കൂടി വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ബെഡ്റൂമിലുണ്ടായിരുന്ന ടേബിളിൽ കൈ ഊന്നി നിന്നു. വൈകിട്ട് കുളിച്ചിട്ടിറങ്ങിയ അവളെ കാത്ത് ഹാളിൽ സിറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഗ്രേസിയും അവനോടൊപ്പം ഹാളിൽ ഇരിപ്പുണ്ട്. അവൻ സിറിൽ സംശയത്തോടെ ചോദിച്ചു. ഉറക്കവാ, അവൾ പറഞ്ഞു. മോളുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? ഗ്രേസി അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് ചോദിച്ചു. ഒന്നുമില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചോ അവൾ സംശയത്തോടെ ചോദിച്ചു. മോള് കഴിച്ചോ? ഇല്ല. മോൾ എൻ്റെ കൂടെ ഒന്ന് വരണം, സിറിൽ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. കോളേജിൽ നിന്ന് മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രവീണിനെയും നിത്യയും വിളിപ്പിച്ചിട്ടുണ്ട്. മോളെ കൂടി കൊണ്ടു ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻറ്റി, വീട്ടിലറിഞ്ഞാൽ അച്ഛൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. എനിക്ക് പരാതിയൊന്നുമില്ല, അവൾ വിഷമത്തോടെ ഗ്രേസിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യിപ്പിക്കാം, പക്ഷേ സ്റ്റേഷനിൽ വെച്ചിട്ടാകുമ്പോൾ അവർക്കൊരു പേടി തോന്നും. ആ ഫോട്ടോസിൻ്റെ കോപ്പി അവരുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങും. സ്റ്റേഷനിൽ വെച്ചാകുമ്പോൾ നമുക്കെല്ലാം ശരിയാക്കാം. സിറിൽ അവൾക്ക് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതും അവൾ തലയാട്ടി. സിറിൽ അവളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ പ്രവീണും നിത്യയും ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ ഒരു വക്കീലും. നിത്യ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്നാൽ അവൾ അവരെ നോക്കാനൊന്നും പോകാതെ സിറിലിനൊപ്പം നടന്നു. SI അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതും അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അയാൾ തന്നെ ആ ഫോട്ടോസൊക്കെ അവൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവരുടെ വക്കീൽ അത് റാഗിംഗ് ആയിട്ട് എടുക്കണമെന്നും ഈ തവണത്തേക്ക് അവരോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു. കുട്ടികളുടെ ഭാവിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി വാദിച്ചു. മാളുവിന് പിന്നെ പരാതിയൊന്നുമില്ലെന്ന് അവൾ തന്നെ പറഞ്ഞതുകൊണ്ട് പോലീസുകാർ അവരെ വാണിംഗ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടു. പുറത്തേക്കിറങ്ങിയ നിത്യ എന്തോ നേടിയതുപോലെ മാളുവിനെ പുച്ഛിച്ച് ചിരിച്ചു. സിറിൽ കാറെടുക്കാൻ പോയ സമയത്ത് മാളു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് ഒരിക്കലും നാഥനെ കിട്ടാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നീ അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കില്ല. ഒരു മാസം നീ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യടി. ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരും. അന്ന് നീയും അവനും തമ്മിൽ പിരിക്കും ഞാൻ, അവൾ വാശിയോടെ പറഞ്ഞു. നിത്യ അവളുമായിട്ട് സംസാരിക്കുന്നത് കണ്ടതും സിറിൽ അവളുടെ അടുത്തേക്ക് ചെന്നു. വാ, അവൻ ജാനകിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. പിന്നെ അവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. നീയൊന്നും രക്ഷപ്പെട്ടെന്നും ജയിച്ചെന്നും കരുതണ്ട. നാദിൻ്റെ പെണ്ണിനെയാ നീ നോവിച്ചതും ഉപദ്രവിച്ചതും. അതിനുള്ളത് ഞങ്ങൾ തന്നിരിക്കും, ഓർത്തു വെച്ചോ നീ, അവൻ പ്രവീണിനെ നോക്കി കൈ ചൂണ്ടി പറഞ്ഞതും അവൻ ചെറുപേടിയോടെ അവനെ നോക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്നും സിറിലും അവളും തിരികെ വന്നതും നാദ് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. മാളു അവനെ നോക്കിയെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യാതെ TV-യിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവൻ ആ കാര്യത്തിനെ പറ്റിയൊന്നും മാളുവിൻ്റെ മുൻപിൽ വെച്ച് ചോദിച്ചില്ല. അവളെ അവൻ നോക്കുക പോലും ചെയ്യാഞ്ഞതുകൊണ്ട് നിറക്കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി അവൾ മുറിയിലേക്ക് കയറിപ്പോയി. എന്തായടാ, മാളു പോയെന്ന് ഉറപ്പായതും അവൻ സിറിലിനോട് ചോദിച്ചു. നീ ഇപ്പോഴാണോ ഞങ്ങളെ കണ്ടത്? സിറിൽ കപട ദേഷ്യത്തോടെ പുരികം പൊക്കി അവനോട് ചോദിച്ചു. അതിന് നാദ് ഒന്നും മിണ്ടിയില്ല. സിറിൽ അവനോട് സ്റ്റേഷനിൽ വെച്ചുണ്ടായതെല്ലാം പറഞ്ഞതും അവൻ ഒന്ന് മൂളി. എന്താ നാഥ് നിന്റെ തീരുമാനം? സിറിൽ സംശയത്തോടെ ചോദിച്ചതും നാദ് കുടിലമായി ഒന്ന് ചിരിച്ചു. രാത്രിയിൽ നാദ് അവളെ മൈൻഡ് ചെയ്യാഞ്ഞതുകൊണ്ട് മാളുവിന് ഉറക്കം വരുന്നില്ലായിരുന്നു.
രാത്രിയിൽ ആഹാരം കഴിക്കാനിരുന്നപ്പോൾ പോലും തന്നെ ഒന്ന് നോക്കിയിട്ട് കൂടിയില്ല എന്നവൾ ഓർത്തു. സാധാരണ തന്നെ ഇമചിമ്മാതെ നോക്കുന്നവൻ്റെ കണ്ണുകൾ ഇന്ന് തന്നെ തേടി എത്തിയതേയില്ലായിരുന്നു. എന്തോ സൗണ്ട് കേട്ടാണ് അവൾ ഓരോ ഓർമ്മയിൽ നിന്നും തിരികെ വന്നത്. വെളിയിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നു. റൂം ലോക്ക് ചെയ്യുന്ന നാദിനെ കണ്ടതും അവൾ സംശയത്തോടെ നോക്കി. അവളുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടതും നാദ് അങ്ങോട്ടേക്ക് നോക്കി. വാതിലിന് മുൻപിൽ വന്നു നിന്ന് തന്നെ സംശയത്തോടെ നോക്കുന്ന മാളുവിനെ കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി. എവിടെ പോകുക? പാതിരാത്രിയിൽ ഇറങ്ങിപ്പോകുന്ന അവനെ കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു. അതിന് അവൻ ഉത്തരമൊന്നും പറയാതെ ഹാളിലേക്ക് നടന്നതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. കൈയെടുക്കടി. അവൾ പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പേടിച്ച് അവളുടെ കൈകൾ വലിച്ചെടുത്തു. പിന്നെ ബൈക്കിൻ്റെ താക്കോലുമായിട്ട് അവന് ഹാള് തുറന്നു പോയി. അവൻ പോകുന്നത് നിറകണ്ണുകളോടെ നോക്കിയിട്ട് സിറിലിനെ വിളിക്കാൻ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. എന്നാൽ സിറിൽ റൂമിൽ ഇല്ലായിരുന്നു. അവൾ ഓടിപ്പോയി ഫോണെടുത്ത് സിറിലിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അവൾക്ക് ഗ്രേസിയെ വിളിക്കണമെന്നുണ്ടെങ്കിലും അവർ മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് ഉണർത്തണ്ട എന്നവൾ കരുതി. അവൾ ബാൽക്കണിയിലേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു. ഇന്ന് നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ അത് തുടച്ചു കളഞ്ഞു. നാദിൻ്റെ വണ്ടി വന്ന് നിന്നത് പ്രവീണിൻ്റെ വീട്ടിലായിരുന്നു. അവൻ ചെന്നതും അവനെ കാത്ത് അഭിയും സിറിലും അവിടെ ഉണ്ടായിരുന്നു. എന്തായി? നാദ് ചോദിച്ചതും അവർ സക്സസ് എന്ന് കൈപ്പൊക്കി കാണിച്ചു. കുറച്ചു കഴിഞ്ഞതും സാരി ഉടുത്ത ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. കാര്യം കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൽ എത്തിയിരിക്കും. നാദ് അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. അവർ ഫോൺ എടുത്ത് പ്രവീണിനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആ സ്ത്രീയെ വാതിലിന് മുൻപിൽ നിർത്തിയിട്ട് അവർ കുറച്ച് മാറി നിന്നു. കുറച്ചു കഴിഞ്ഞതും പ്രവീൺ വന്ന് വാതിൽ തുറന്നു. തൻ്റെ മുൻപിൽ സാരി ഉടുത്ത് നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഒഴിഞ്ഞ ചിരിയോടെയും നോട്ടത്തോടെയും അവൻ അവരെ നോക്കി. അവരും അവനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. വാ, അവൻ വിളിച്ചതും അവർ അകത്തേക്ക് കയറി. പുറകെ കയറാൻ നിന്ന അവനെ നാദ് ചവിട്ടി. വാതിൽ തുറന്ന് അവൻ ഉള്ളിലേക്ക് വീണു. വീണ വീഴ്ചയിൽ ഞെട്ടിയ അവൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് മുണ്ടുമടക്കി കുത്തി നിൽക്കുന്ന നാദിനെയും അവൻ്റെ കൂടെ നിൽക്കുന്ന അഭിയും സിറിലിനെയുമാണ്. കൊള്ളാലോ, വലിയൊരു വീടും ഒറ്റയ്ക്കുള്ള താമസവും പിന്നെ രാത്രി ഉള്ളിൽ സുഖിക്കലും. അപ്പനും അമ്മയും ഗൾഫിൽ കിടന്ന് മോനെ പഠിപ്പിക്കാനുണ്ടാക്കുന്നു. മോനിവിടെ പല പെണ്ണുങ്ങളുടെ കൂടെ അന്തി ഉറങ്ങുന്നു. എന്താ കഥ? നാദ് അവനെ പുച്ഛിച്ചു. നാദ്, അത് നിർത്തടാ. നീ എന്താ കരുതിയേ? നീ വിളിക്കുമ്പോൾ അങ്ങ് വരുന്നവളാണ് എൻ്റെ പെണ്ണെന്നോ? അതോ നീയൊക്കെ ഇത്ര ചീപ്പ് കളി കളിക്കുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ പരിശുദ്ധി അങ്ങ് സംശയിച്ച് അവളെ വേണ്ടെന്ന് വെക്കുമെന്നോ? നിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് അവളോട് അങ്ങനെ ദേഷ്യപ്പെട്ടത് അവൾ അങ്ങനെയെങ്കിലും നിൻ്റെയൊക്കെ കാര്യം തുറന്ന് പറയട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷേ അതിനിടയ്ക്ക് നീയൊക്കെ അത്രയും തരം താഴ്ന്ന കളികൾ കളിച്ച് എൻ്റെ കൊച്ചിനെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതിയില്ല, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് നാദ്, എനിക്ക് അബദ്ധമോ ഇതോ? നീയൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് എങ്ങനെയാണ് അബദ്ധമാകുന്നത്? നാദ് അവൻ്റെ വലത് കൈയിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു. നാദ്, വേണ്ട, അവൻ അലറി വിളിച്ചു. നാദ് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ചു. പിന്നെ ആ സ്ത്രീയുടെ അടുത്തേക്ക് തള്ളി. അവൻ അവരുടെ മേലേക്ക് വീണതും സിറിൽ അത് ഫോണിലേക്ക് പകർത്തി. പ്രവീൺ നാദിനെ നോക്കിയതും അവൻ പുച്ഛത്തോടെ ചിരിച്ചു. നീയൊക്കെ കളിച്ച അതേ ചീപ്പ് കളി തന്നെ. എങ്ങനെയുണ്ട്? നാദ് പുച്ഛത്തോട് ചോദിച്ചു. ഇത് നിന്റെ ഗൾഫിലിരിക്കുന്ന പപ്പയ്ക്കും മമ്മിക്കും അയച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാവും അല്ലേ? സിറിൽ പുച്ഛത്തോടെ അവനോട് ചോദിച്ചു. അതേനേ, മോനിവിടെ പപ്പയുടെയും മമ്മിയുടെയും പണം കൊണ്ട് പെണ്ണുങ്ങളുമായിട്ട് സൂഹിക്കുകയാണെന്ന് അവരും കൂടി അറിയട്ടെ. അഭി അവനെ കളിയാക്കി. വേണ്ട നാഥ്, പ്ലീസ്, ഇതൊന്നും പപ്പയ്ക്കും മമ്മിക്കും അയച്ചു കൊടുക്കരുത്, അവൻ കൈകൾ കൂപ്പി പറഞ്ഞതും നാഥ് അവനെ പുച്ഛിച്ചു. ഇതുപോലെ എൻ്റെ പെണ്ണ് നിന്നോട് എത്ര തവണ പറഞ്ഞതാ അവളുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കരുതെന്ന്? അപ്പോൾ ഒന്നും തോന്നിയില്ലല്ലോ. ഇപ്പോൾ മനസ്സിലായോ അതിൻ്റെ വിഷമം? നാദ് ചോദിച്ചതും അവൻ യാന്ത്രികമായി തലയാട്ടി. നാദ് അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അവനെ അടിച്ചു. അവൻ്റെ വലത് കൈ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് തിരിച്ചു. അവൻ നിലവിളിച്ചതും നാദ് അവനെ പുറകിലേക്ക് ചവിട്ടി വീഴ്ത്തി. ഇത് എൻ്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി എൻ്റെ പെണ്ണിൻ്റെ നിഴൽവെട്ടത്തിൽ നിൻ്റെയൊക്കെ നിഴൽ പതിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നിൻ്റെയൊക്കെ അവസാനം എൻ്റെ കൈകൾ കൊണ്ടായിരിക്കും. നാദ് ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ദയനീയമായി അവനെ നോക്കി. അവന് ആ വലത് കൈ ഉയർത്താൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവന് വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. സിറിൽ, ഇവനെ ഹോസ്പിറ്റലിലാക്കിയേക്ക്, പപ്പയും മമ്മിയും ഇല്ലാത്ത പാവം മോനല്ലേ, നാദ് പുച്ഛത്തോടെ പറഞ്ഞതും സിറിൽ ചിരിച്ചു. നിനക്ക് എന്ത് സംഭവിച്ചതാണെന്നാണ് നിന്റെ കൂട്ടുകാരോട് നീ പറയാൻ പോകുന്നത്? നാദ് ചോദിച്ചതും അവൻ സംശയത്തോടെ നാദിൻ്റെ മുഖത്തേക്ക് നോക്കി.
നീ ബാത്റൂമിൽ വീണതാ, അങ്ങനെ പറയാൻ പാടുള്ളൂ, കേട്ടല്ലോ. അവൻ പറഞ്ഞതും അവൻ തലയാട്ടി. ചെല്ലടാ, കൊണ്ടുപോയിവനെ, ഇവൻ്റെ ചെലവ് മുഴുവൻ അവൻ്റെ ബാങ്കിൽ നിന്ന് തന്നെ എടുത്തോ. നാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സിറിലും ചിരിച്ചു. സിറിലും അഭിയും അവനെ കാറിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും നാദ് അവരോട് പോകാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു. മാളു രാത്രിയിൽ ഇറങ്ങിപ്പോയ നാദിനെ നോക്കി ബാൽക്കണിയിൽ തന്നെ ഇരുന്നു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ട അവൾ കണ്ണുകൾ തുടച്ചിട്ട് താഴെ ചെന്നു. അവൻ സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നതും മുൻപിൽ കരഞ്ഞു കലങ്ങിയ മുഖവുമായി നിൽക്കുന്ന മാളുവിനെയാണ് കണ്ടത്. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും കയറിപ്പോകാൻ തുടങ്ങി. ഇച്ഛായ, അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. അത് ഇന്ന് ഉച്ചയ്ക്ക് അവൾ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. എനിക്കൊരു കോപം കേൾക്കണ്ട, അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കയറിപ്പോയതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നാദ് അവളെ പാടെ അവഗണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ആഹാരം കഴിപ്പൊക്കെ വളരെ കുറവാണ്. ആഹാരം കഴിക്കാനിരുന്നാൽ പോലും നാദ് അവൾ വന്നിരിക്കുമ്പോൾ എഴുന്നേറ്റ് സോഫയിൽ പോയിരുന്ന് കഴിക്കും. പിന്നെ അവളും നുള്ളി നുള്ളി കഴിച്ചു എന്ന് വരുത്തിയിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി. നാദ് ഈ ദിവസം അത്രയും അവളോട് മിണ്ടിയിട്ടില്ല. അവൾ കാണാതെ അവളെ നോക്കുമെങ്കിലും അവൾ നോക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവൻ നോട്ടം മാറ്റും. അവളെ കാണിക്കാൻ വേണ്ടി മാത്രം അവൻ ജൂനിയേഴ്സ് പെമ്പിള്ളാരോട് സംസാരിക്കും. ഇതിനിടയിൽ മാളുവിൻ്റെ സീനിയേഴ്സിന് എക്സാം ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഇല്ലായിരുന്നു. മാളുവിന് ക്ലാസ് ഇല്ലെന്ന് അനൗൺസ് ചെയ്ത അന്ന് രാത്രി, ആൻറ്റി, ഞാൻ വീട്ടിലേക്ക് പോകുക. കഴിച്ചുകൊണ്ടിരുന്ന ഗ്രേസിയെ നോക്കി മാളു പറഞ്ഞതും അവർ തല ഉയർത്തി സംശയത്തോടെ അവളെ നോക്കി. സിറിലും സോഫയിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന നാദും അവളെ നോക്കി. ഒരാഴ്ച ക്ലാസ് ഇല്ലല്ലോ ആൻറ്റി, ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് വരാം. അവൾ ആരെയും നോക്കാതെ ഗ്രേസിയെ നോക്കി പറഞ്ഞു. അതിനെന്താ, മോള് പോയിട്ട് വാ, ഇതുവരെ മോള് പോയിട്ടേ ഇല്ലല്ലോ അങ്ങോട്ട്, പോയിട്ട് വാ. അവർ പറഞ്ഞതും അവൾ നാദിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവനൊന്നും പറയാതെ ടി വിയിലേക്ക് നോക്കിയിരുന്നു. സാധാരണ തന്നെ വിടാത്ത ആളാണ് ഇന്ന് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടതും അവൾക്ക് സങ്കടം വന്നു. നാഥ്, നാളെ മോളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയേക്ക്, ഗ്രേസ് അവനെ നോക്കി പറഞ്ഞു. എനിക്ക് വേറെ ജോലിയുണ്ട്, സിറിൽ കൊണ്ടാക്കിക്കോളും. അവൻ ടി വിയിലേക്ക് നോക്കി പറഞ്ഞതും മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കഴിച്ചത് മതിയാക്കി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. എന്താടാ ഇത്, എന്തിനാ ഇങ്ങനെ അവളെ വിഷമിപ്പിക്കുന്നത്? അവൾക്ക് നല്ല സങ്കടമുണ്ട്. സിറിൽ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. പിറ്റേന്ന് സിറിലാണ് അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്. വീട്ടിലേക്ക് കയറാൻ ഒരുപാട് അവളും അമ്മയും നിർബന്ധിച്ചെങ്കിലും പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. മാളു, എന്താ നിനക്കൊരു വിഷമം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ മുഖം കണ്ട് അവളുടെ അമ്മ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല, അത് അമ്മയ്ക്ക് തോന്നുന്നതാ. അച്ഛൻ എവിടെ? കവലയിൽ പോയി, ഇപ്പോൾ വരും. മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അവർ പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ കുളിച്ചിട്ടിറങ്ങിയതും അവളുടെ അച്ഛൻ കവലയിൽ നിന്നും തിരികെ വന്നു. ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം. അത്യാവശ്യം വണ്ണവും പൊക്കവും ഒക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അച്ഛയെ അവൾ വിളിച്ചുകൊണ്ട് അയാളെ ഇറുക്കി പിടിച്ചു. അയാളും ഒരു തരം വികാരത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവളുടെ അമ്മ അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നതും അയാൾ അവളുടെ നെറുകയിൽ കൈകൾ വെച്ച് തലോടി. എവിടെയായിരുന്നു അച്ഛേ? ഞാൻ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? അവൾ മുഖം വെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കവല വരെ പോയതാ മോളെ. മോള് കുറച്ച് ദിവസം ഉണ്ടോ? ഒരാഴ്ച ഉണ്ടച്ചേ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അയാളും ചിരിച്ചു. അവൾ വീട്ടിലേക്ക് വന്ന് നാദിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുക്കാനോ സംസാരിക്കാനോ തയ്യാറായില്ല. അവൾ വീട്ടിൽ നിൽക്കുന്നെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ അവിടെയായിരുന്നു. നാദുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. നീ എന്നാ തിരികെ പോകുന്നേ? അടുക്കളയിൽ നിന്ന് മാളുവിനെ നോക്കി അവളുടെ അമ്മ ചോദിച്ചു. ഈ അമ്മയ്ക്ക് എന്താ? ഞാൻ വന്ന ദിവസം മുതൽ എന്നോട് ചോദിക്കുന്നത് എന്നാ പോകുന്നേ എന്നാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു. അതല്ല മോളെ, അവിടെയാകുമ്പോൾ നിനക്ക് പഠിക്കാനൊക്കെ തോന്നുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ നീ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ പഠിക്കുന്നതൊന്നും ഞാൻ കാണുന്നില്ല. പഠിച്ചോളാം അമ്മേ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ. അവൾ പറഞ്ഞതും അവളുടെ അമ്മ ഒരുതരം നിർവികാരത നിറഞ്ഞ ചിരിയോടെ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരുടെ മുഖം കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല, മോൾക്ക് വെറുതെ തോന്നുന്നതാ അതൊക്കെ. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം അവളുടെ അച്ഛൻ ജോലിക്കും അമ്മ കടയിലോ മറ്റോ പോയ ദിവസം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അവളുടെ അമ്മ പോയത്. അവൾ അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചതും അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നി.
അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് വാഷ് ബേസിനിൽ പോയി കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു. അങ്ങനെ ഉണ്ടായതും അവൾക്ക് ഉള്ളിൽ വല്ലാത്ത പേടി തോന്നി. അവൾ ഓടിപ്പോയി കലണ്ടറിൽ നോക്കി. കോളേജിൽ വെച്ച് നടന്ന ആ പ്രശ്നത്തിൻ്റെ ദിവസം മുതൽ ഇങ്ങോട്ട് അവൾ കണക്ക് കൂട്ടി. 1 മാസമാകുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. പിന്നെ അവളുടെ കഴിഞ്ഞ മാസത്തെ ഡേറ്റ് നോക്കി. ഈ മാസം അതേ ഡേറ്റ് കഴിഞ്ഞിട്ടും പീരീഡ്സ് ആയിട്ടില്ലെന്ന് അവൾ ഓർത്തു. അവളുടെ കൈകൾ വയറ്റിലേക്ക് നീണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പേടിയോടെ ഫോണെടുത്ത് നാദിനെ വിളിച്ചെങ്കിലും മറുവശത്ത് അവൻ ഫോണെടുത്തില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തേക്ക് എത്തണമെന്ന് തോന്നി. അവൾ പെട്ടെന്ന് ഡ്രസ്സും മറ്റും എടുത്ത് ബാഗിലേക്ക് വെച്ചു. കുറച്ചു കഴിഞ്ഞതും അവളുടെ അമ്മ കടയിൽ പോയിട്ട് വന്നിരുന്നു. നീ ഇതുവരെ കഴിച്ചില്ലേ? ഇതാർക്കായി ഇളക്കി വെച്ചിരിക്കുന്നേ? പ്ലേറ്റിൽ കഴിക്കാതെ വെച്ചിരിക്കുന്ന ഫുഡ് കണ്ട് അവർ ചോദിച്ചു. അമ്മേ, ഞാൻ നാളെ തിരികെ പോകും, അവൾ പറഞ്ഞതും അവർ സംശയത്തോടെ അവളെ നോക്കി. മറ്റന്നാൾ രാവിലെ പോകുവാണെന്നല്ലേ നീ പറഞ്ഞത്? നാളെ കൂടെ ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്? നാളെയും കൂടി ലീവ് എടുത്താൽ പിന്നെ ഒരുപാട് നോട്ട്സ് ഉണ്ടാകും എഴുതാൻ. പിന്നെ അഞ്ചുവും അച്ചും വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. അതെയോ? എങ്കിൽ നാളെ ലീവ് എടുക്കണ്ട, രാവിലത്തെ ബസ്സിന് കയറിയാൽ കോളേജ് ടൈമിന് അങ്ങ് എത്താലോ, അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. പിന്നെ വാതിലടച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവൾ കരഞ്ഞുകൊണ്ട് ഓർത്തു. പിന്നെയും ഫോൺ എടുത്ത് നാദിനെ വിളിച്ചെങ്കിലും അവൻ എടുത്തിരുന്നില്ല. അവൾ വാട്സപ്പ് എടുത്ത് നോക്കി. ലാസ്റ്റ് സീനൊക്കെ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അന്ന് മുതൽ അയച്ച മെസ്സേജ് ഫുൾ അൺറീഡ് ആണ്. ഒന്നുപോലും അവൻ വായിച്ചിട്ടില്ല എന്നവൾ ഓർത്തു. പിറ്റേന്ന് അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് ആദ്യത്തെ ബസ്സിന് തന്നെ അവൾ കയറി. എങ്ങനെയെങ്കിലും നാദിൻ്റെ അടുത്ത് ചെന്ന് അവനോട് കാര്യങ്ങളൊക്കെ പറയണം എന്നവൾക്ക് തോന്നി. കോളേജ് ടൈം ആയതുകൊണ്ട് ഇനി വീട്ടിലേക്ക് പോകേണ്ട എന്ന് കരുതി അവൾ നേരെ കോളേജിലേക്കാണ് പോയത്. അവൾ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് ഗേറ്റിനകത്തേക്ക് കയറിയതും താറിന് മുകളിലിരിക്കുന്ന നാദിനെയും അതിനടുത്തായിട്ട് നിൽക്കുന്ന അഭിയെയും സിറിലിനെയുമാണ് കണ്ടത്. അവൾ ആദ്യമായിട്ട് ആ കോളേജിൽ വന്ന ദിവസം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. ഇതേ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്നും ഉണ്ടായിരുന്നത് എന്നവൾ ആലോചിച്ചു. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്തൊക്കെ കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത് എന്നവൾ ഒരു നിമിഷം ഓർത്തു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. അവൾ നാദിനെ നോക്കി. ഒരാഴ്ചയായിരുന്നു അവനെ കണ്ടിട്ട്. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം. അടുത്ത് തന്നെ സിറിലും അഭിയും ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അവൾ അവരുടെ അടുത്തേക്ക് ചെന്നതും അവർ 3 പേരും അവളെ നോക്കി. അഭിയും സിറിലും അവളെ നോക്കി ചിരിച്ചെങ്കിലും നാദ് അവളെ ദേഷ്യത്തോടെ തന്നെയായിരുന്നു നോക്കിയത്. മോള് നാളെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിറിൽ സംശയത്തോടെ ചോദിച്ചു. അത് ക്ലാസ് മുടങ്ങണ്ട എന്ന് വച്ചു, അവൾ പറഞ്ഞുകൊണ്ട് നാദിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ അവളെ നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ പതിഞ്ഞ ആ സ്ഥലത്തേക്ക് അവളും നോക്കി. ഒരു ജീൻസും ഷർട്ടും ഇട്ട പെൺകുട്ടി അവിടെ നിൽക്കുന്നതാണ് കണ്ടത്. അവൻ തന്നെ മൈൻഡ് ചെയ്യാതെ അവളെ നോക്കുന്നത് കണ്ടതും മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സിറിലും അഭിയും അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് നാദിനെ നോക്കിയതും നാദ പെൺകുട്ടിയെ നോക്കുന്നതാണ് കണ്ടത്. അത് കണ്ട് അവർക്ക് 2 പേർക്കും അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവനെങ്ങനെ നോക്കുന്നത് എന്ന് മനസ്സിലായി. കാരണം ഇത്രയും നേരം വരെയും ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പോയിരുന്നില്ല എന്നവർ ചിന്തിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ മാളുവിൻ്റെ കണ്ണുകൾ അവൻ്റെ നോട്ടം കണ്ട് നിറഞ്ഞു. ഇച്ചായ, അവൾ അവൻ്റെ കാലിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. പിന്നെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി അവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങി. ഉള്ളിലിരുന്ന വിഷമവും അവൻ്റെ പ്രവൃത്തികളും എല്ലാം കൂടി ആലോചിച്ചതും അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. ഇച്ചാ, അവൾ വിളിച്ചുകൊണ്ട് താഴേക്ക് വീണു. ജാനകി! സിറിൽ അവളെ വിളിച്ചതും നാദ് തിരിഞ്ഞു നോക്കി. തറയിൽ വീണ് കിടക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവൻ ഓടി വന്നു. മാളു, മോളെ മാളു! നാദ് അവളുടെ കവളിൽ തട്ടി വിളിച്ചു. സിറിൽ അപ്പോഴേക്കും വണ്ടിയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു. നാദ് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചുകൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. സസ്പെൻഷൻ കഴിഞ്ഞു വന്ന നിത്യയും കൂട്ടരും കാണുന്നത് നിലത്ത് കിടക്കുന്ന മാളുവിനെയും അവളെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന നാദിനെയുമാണ്. അവർക്കാർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. പെട്ടെന്ന് നാദ് അവളെ കയ്യിൽ പൊക്കിയെടുത്തുകൊണ്ട് ഓഫീസിലേക്ക് നടന്നു. ഓഫീസിൽ ആളുകൾക്ക് ഇരിക്കാനായി ഇട്ടിരുന്ന ബെഞ്ചിലേക്ക് അവളെ കിടത്തി. പിന്നെ ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു. ഇച്ചായ! അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്താ മാളു, എന്താ പറ്റിയേ? അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് പറ്റി? ഗ്രേസി അപ്പോഴേക്കും ഓടി വന്നു. പിള്ളേരൊക്കെയും ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടിയിരുന്നു. കുറച്ചു പേർ അകത്തും കുറച്ചു പേർ പുറത്തുമായിട്ട് നിന്നിരുന്നു. നിത്യയും കൂട്ടരും അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. അറിയില്ല, പെട്ടെന്ന് ജാനകി തല കറങ്ങി വീണു, സിറിൽ പറഞ്ഞു. അവൾ അപ്പോഴും നാദിൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവനും ഒന്നും മനസ്സിലായില്ല.
ഞാനൊന്ന് നോക്കട്ടെ. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കുട്ടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കയറി വന്നു. എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി. ഞാനിവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കൃഷ്ണജിത്ത് എന്ന കുട്ടിയുടെ അമ്മയാണ്. ഞാൻ ഒരു ഡോക്ടറാണ്. ഞാൻ നോക്കട്ടെ. അവർ പറഞ്ഞതും ഗ്രേസി അവരോട് നോക്കാൻ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചായ. എനിക്ക് ഇച്ചായനോടൊന്ന് സംസാരിക്കണം. ഇനിയെങ്കിലും എന്നെ ഒന്ന് കേൾക്ക് ചായ. അവൾ നാദിനെ നോക്കി നിറകണ്ണുകളോട് പറഞ്ഞു. സംസാരിക്കാം. അതിനു മുമ്പ് ആൻറ്റി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം. അവൻ അവളെ സമാധാനപ്പെടുത്തി. ജയ അതല്ല. അവൾ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈകൾ വിടിയിച്ചുകൊണ്ട് അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു. അവൾ ദയനീയമായി അവനെ നോക്കി. ആ സ്ത്രീ മാളുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അവളുടെ കണ്ണുകളിലും കൈകളിലും ഒക്കെ പിടിച്ചുകൊണ്ട് നോക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു കൈ അവളുടെ വയറ്റിലേക്ക് നീണ്ടു. അവളുടെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. എന്താ ഡോക്ടർ, എന്താ? അവരുടെ മുഖം മാറിയത് ഗ്രേസി സംശയത്തോട് ചോദിച്ചു. ഈ കുട്ടി പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം. അവർ പറഞ്ഞതും എല്ലാവരും ഞെട്ടി. മാളു പേടിയോടെ നാദിനെ നോക്കി. നാദ് ഞെട്ടി മാളുവിൻ്റെ മുഖത്തേക്കും നോക്കി. എന്താ? ഗ്രേസി സംശയത്തോട് ചോദിച്ചു. മോള് മാരീഡ് അല്ലേ? അവർ എല്ലാവരുടെയും ഞെട്ടൽ കണ്ട് സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ അല്ലെന്ന് കുനിഞ്ഞിരുന്ന് തലയാട്ടി. അല്ല, ഈ പയ്യൻ, ഈ കുട്ടി ഇച്ചായ എന്ന് വിളിച്ചപ്പോൾ ഞാൻ കരുതി മാരീഡ് ആണെന്ന്. അവർ നാദിനെ നോക്കി പറഞ്ഞു. നിത്യ ആശയെ നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ മാളുവിൻ്റെ നേർക്കായി. അപ്പോഴേക്കും ന്യൂസ് അറിഞ്ഞ് അഞ്ജുവും അച്ചുവും അങ്ങോട്ട് വന്നു. സിർലും അഭിയും നാദിനെ നോക്കി. നാദിൻ്റെ കണ്ണുകൾ മാളുവിലും മാളുവിൻ്റെ കണ്ണുകൾ നാദിലും മാത്രമായിരുന്നു. ഇത് കൊള്ളാലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കൊച്ചോ? ആരാടി? ഞങ്ങളുടെ പ്രവീണാണോ ഈ കൊച്ചിൻ്റെ തന്ത? അല്ല, അവനുമായിട്ടായിരുന്നല്ലോ ഒരു മാസം മുൻപ് നിന്നെ പിടിച്ചത്. അത് കേട്ടതും നിത്യ പുച്ഛത്തോടെ അവളെ നാണം കെടുത്താൻ പറഞ്ഞതും നാദ് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് നാദിനെ നോക്കി. ദേഷ്യത്തോടെ നോക്കുന്ന നാദിനെ കണ്ടതും എല്ലാവർക്കും പേടി തോന്നി. അവൾ എൻ്റെ പെണ്ണ. അവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അപ്പൻ ഈ നാദൻ എബ്രഹാം അലക്സാണ്ടറാണ്. എൻ്റെ കുഞ്ഞിന് ഒരപ്പൻ മതി. ആ സ്ഥാനത്തേക്ക് നീ ഇനി ആരെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. മിണ്ടാതിരിക്കുകയാണെന്ന് കരുതി ഓരോന്നും പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും കേട്ടവരെല്ലാവരും ഞെട്ടി. സിർലും അഭിയും എല്ലാവരും ഒന്നടങ്കം ഞെട്ടി. ഡോക്ടർ, ഒന്ന് വന്നേ. അത് കേട്ടതും ഗ്രേസി അവരെ മാറ്റി വിളിച്ചു നിർത്തി. ഡോക്ടർ, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും. അതിന് മോള് മാരീഡ് അല്ലല്ലോ. അവൾക്ക് ചിലപ്പോൾ BP കുറഞ്ഞതോ മറ്റോ ആയിരിക്കും. ഗ്രേസി അവരെ നോക്കി പറഞ്ഞു. മാഡം, വർഷങ്ങളായി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. എനിക്ക് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുമാത്രമല്ല, ഈ കുട്ടി നല്ല അനീമിക്കാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും അവരും പറയാൻ പോകുന്നത്. അവർ ഗ്രേസിയെ നോക്കി പറഞ്ഞു. ആ കുട്ടി മാരീഡ് അല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കരുതി ആ നിൽക്കുന്നത് ആ കുട്ടിയുടെ ഭർത്താവായിരിക്കുമെന്ന്. അതുകൊണ്ട് കുട്ടികളുടെ മുൻപിൽ വെച്ച് പറഞ്ഞത്. ഐ ആം സോറി. ആ കുട്ടി മാരീഡ് അല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതി ആ നിൽക്കുന്നത് ആ കുട്ടിയുടെ ഭർത്താവായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് കുട്ടികളുടെ മുൻപിൽ വെച്ച് പറഞ്ഞത്. ഐ ആം സോറി. അവർ ഗ്രേസിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ നിസ്സഹായതയോടെ അവരെ നോക്കി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആകെ ഒരു ഷോക്ക് പോലെയാണ് എല്ലാവർക്കും അത് തോന്നിയത്. ജാനകിയുടെ എരിവ് കണ്ടിട്ട് ഇതൊന്നും അറിഞ്ഞ ലക്ഷണം പോലും ഇല്ലല്ലോ. സ്റ്റെല്ല അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും ജാനകി ഒരു അക്ഷരം മിണ്ടുന്നു എന്ന് നോക്കിക്കേ. ആശ അവളെ പരിഹസിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു. എന്നാൽ നിത്യ നാദിനെ പേടിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ജാനകിക്ക് തന്നെ ഉറപ്പില്ല എന്ന് തോന്നുന്നു. നിത്യയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആൺകുട്ടി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവരുടെ ഗ്യാങ് ഫുള്ള് ചിരിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. അങ്ങോട്ട് വന്ന ഗ്രേസി അവരെ എല്ലാവരെയും നോക്കി ഷൗട്ട് ചെയ്തതും പിള്ളേരെല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളെ എന്തിനാണ് മാഡം സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത്? ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള സംശയമാണ് ഞങ്ങൾ പറഞ്ഞത്. സ്റ്റെല്ല പുച്ഛത്തോടെ അവരെ നോക്കി പറഞ്ഞു. പറയടി, ഇതാരുടെ കുഞ്ഞാ? അതോ നിനക്ക് ഇതിനും ഒരു ഉത്തരവില്ലെന്നാണോ? അവളുമാർ കളിയാക്കുന്നത് കേട്ടതും അവൻ ദേഷ്യത്തോടെ മാളുവിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഇത് ഇച്ചായൻ്റെയാ? ഇച്ചായൻ്റെ കുഞ്ഞാ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. അത് കേട്ട് അവിടെ നിന്നവരെല്ലാം ഞെട്ടി. നാഥൻ്റെ മുഖത്ത് ചിരിയിൽ നിന്ന് തന്നെ അത് നാഥൻ്റെ കുഞ്ഞാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. പിള്ളേരെല്ലാം ഓരോന്ന് അടക്കം പറയാൻ തുടങ്ങി. ചില പെൺകുട്ടികൾ അസൂയയോടെ അവളെ നോക്കി. നിത്യ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. നാഥ്, അവളെ വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് വാ. ഗ്രേസി കുറച്ച് കനപ്പിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു. അഭിയും സിർലും നാദിനെ ദേഷ്യത്തോടെ നോക്കിയതും അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് വളിച്ച ചിരിച്ചു കാണിച്ചു. പോയിട്ട് വാടാ തെണ്ടി, അവർ പതിയെ പറഞ്ഞതും അവൻ ചിരിച്ചു കാണിച്ചു. അഞ്ജുവും അച്ചുവും ഇപ്പോഴും ഞെട്ടലോടെ മാളുവിനെ നോക്കുവാണ്. മാളു ആരെയും നോക്കാതെ മുഖം കുനിച്ചു നിൽക്കുവാണ്. എന്ത് കാണാൻ നിൽക്കുക എല്ലാം? ക്ലാസ്സിൽ പോയേ? ഒരു സാറ് പറഞ്ഞതും എല്ലാവരും അടക്കം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. നാദ് അവളുടെ അടുത്തേക്ക് നടന്നു.
അവൻ വന്നു നിന്നത് അറിഞ്ഞെങ്കിലും അവൾ തല ഉയർത്തി നോക്കിയില്ല. വാ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവളുടെ ശരീരം മുഴുവൻ തണുത്തിരിക്കുകയായിരുന്നു. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി വിതുമ്പുന്ന അവളെ കണ്ടതും അവനും വിഷമമായി. നടന്നത് നടന്നു, ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ തന്നെ കെട്ടിക്കോളാം, നിനക്കത് പോരെ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല.